ഹലോ, ഇന്ന് ഞാൻ റെഡ് തീമിലുള്ള മിനി ബോട്ടിലായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് ഇതുപോലെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഹോമിയോ മെഡിസിൻ്റെ കാലിയായിട്ടുള്ള ബോട്ടിൽ എടുത്താൽ മതിയാകും. പിന്നെ ഇതുപോലെ കളർ സ്റ്റോണുകൾ, ചെറിയ ചെറിയ സ്റ്റോണുകൾ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അക്കൂറത്തിൽ ഇട്ട് കൊടുക്കുന്ന വലിയ കല്ലുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പുണ്ടല്ലോ, ഉപ്പിൽ ജസ്റ്റ് ഒന്ന് കളർ ആക്കിയതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ. റെഡ് തന്നെ വേണേ. പിന്നെ ഇതുപോലെ ഒരു ചെറിയ ശംഖ്, അത് നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടപ്പുറത്തൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് തപ്പി നോക്കിയാൽ മതി, കിട്ടും. പിന്നെ ഇതുപോലെയുള്ള ഫ്ലവേഴ്സാണ് നമുക്ക് വേണ്ടത്, കുഞ്ഞ് ഫ്ലവർ കേട്ടോ. അപ്പോൾ റെഡ് തീമിലുള്ള ബോട്ടിലാട്ടായതുകൊണ്ട് തന്നെ റെഡ് ഫ്ലവർ തന്നെ എടുക്കണം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുന്നേ ചെയ്തതാണ്, ഇതും അതുപോലെ ചെയ്തതാണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുഞ്ഞു ഫ്ലവർ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാം. കണ്ടോ, ഏത് നമുക്ക് സെലക്ട് ചെയ്യാം. റെഡ് തീം ആയതുകൊണ്ട് ആ ഒരു കളർ തന്നെ വേണമെന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കാണാൻ. പിന്നെ നമുക്ക് വേണ്ട ഇതുപോലെയുള്ള ചെറിയ മെസ്സേജ് ലെറ്റർ പേപ്പറാണ് കേട്ടോ. ജസ്റ്റ് റോൾ ചെയ്താണ് ഞാൻ കാണിച്ചത് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഇതുപോലൊരു A4 ഷീറ്റിൻ്റെ പീസോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിൻ്റെ പീസോ എടുക്കുക, അതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതുപോലെ ഒരു ചെറിയ പെൻസിലുമേ ഈ ഒരു ക്രാഫ്റ്റ് കമ്പി ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ പേപ്പർ റെഡ് തന്നെ ആവണം കേട്ടോ, നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ രണ്ട് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു പേപ്പറിൻ്റെ മുകളിൽ കൂടെ കയറ്റി കൊടുക്കുക, സെൻറ്ററിൽ ഫിറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റെഡാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ചെറിയൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. അതെ, ലവ് എന്ന് എഴുതിയിട്ടില്ല, ഒരു വുഡും എഴുതിയതാണ്. ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്ക്രൂ ഉണ്ട്, കണ്ടോ. ഇത് നമുക്ക് ആ ബോട്ടിലിൻ്റെ കോർക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ആദ്യം നമ്മുടെ ബോട്ടിലേക്ക് കുറച്ച് ഉപ്പിൽ കളറാക്കിയിട്ട് റെഡ് കളറാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ മെസ്സേജ് ലെറ്റർ വെച്ച് കൊടുക്കുക, ഫ്ലവർ വെച്ച് കൊടുക്കുക, ശംഖ് ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ കോർക്കുമ്പോൾ ഇത് സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ബോട്ടിലേക്ക് ഇറക്കി കൊടുത്തിട്ട് ഫിറ്റാക്കി കൊടുക്കുകയാണ്. പിന്നെ ഇത് ഞാൻ ഒരു റെഡ് കളറിലുള്ള ത്രെഡും കൂടെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതുപോലെ ചെറിയൊരു കാർഡ് ഉണ്ട് എൻ്റെ അടുത്ത്. അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോളുണ്ട്. അപ്പോൾ ആ ഒരു ഹോളിൽ കൂടെ ഞാൻ ജസ്റ്റ് ഈ ഒരു ത്രെഡ് ഒന്ന് കയറ്റി കൊടുത്തിട്ട് ടൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അതിന് ശേഷം നമ്മുടെ ബോട്ടിലിൻ്റെ നെക്ക് പോർഷനിൽ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു കാർഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ ചാർട്ട് പേപ്പറിലൊക്കെ ഇതുപോലെ ഒരു ലോ എന്നൊക്കെ എഴുതിയിട്ട് ഒരു കാർഡ് രൂപത്തിൽ സെൻറ്റർ ഒന്ന് ഹോളിട്ട് കൊടുത്തിട്ട് ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ള ത്രെഡ് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ റെഡ് തീമിലുള്ള മിനി ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇത് വാലൻറ്റൈൻസ് ഡേക്ക് ചെയ്യേണ്ടായിരുന്നു കേട്ടോ, ലേറ്റ് ആയിപ്പോയി, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുക വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.